ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നിങ്ങൾക്ക് അധികം ആർക്കും തന്നെ അറിയാത്ത ഒരു അത്ഭുത സുബ്രഹ്മണ്യ മന്ത്രത്തെക്കുറിച്ചാണ്. ഈ മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഇതുവരെയും ഏതൊരു വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല മലയാളത്തിൽ നിങ്ങളിത് കേട്ടു കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു പക്ഷേ നിങ്ങൾക്കിതറിയാമെങ്കിൽ മറക്കാതെ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കേണ്ടത് എന്നാൽ, സാമ്പത്തികപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖാന്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ തുടങ്ങിയവർക്ക് ഒരു അത്ഭുത മരുന്നാണ് ഈ ഒരു മന്ത്രം എന്ന് പറയാവുന്നത്. എല്ലാ മന്ത്രങ്ങളും അതുപോലെ തിരുനാമങ്ങളും ജപിക്കുമ്പോഴും ഞാൻ പറയും എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം നമുക്ക് ജപിക്കാമെന്ന്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രത്തിന് അതീത വിശേഷതകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. നമ്മളിൽ പലരും പല വിധത്തിലുള്ള പൂജകൾ, വഴിപാടുകൾ, മന്ത്രങ്ങൾ, വ്രതങ്ങൾ, ക്ഷേത്ര ദർശനങ്ങൾ എന്നിവയെല്ലാം നടത്തിയിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു പ്രശ്നം ഒഴിഞ്ഞു പോകുന്നില്ല. എൻ്റെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ദിനംതോറും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, കടം എന്നുള്ള വാക്കുകൾ കാരണം എൻ്റെ വീട്ടിൽ സമാധാനം പോലുമില്ല, ഞാനും മക്കളും തമ്മിൽ സംസാരിക്കുന്നില്ല, ഞാനും ഭാര്യയും തമ്മിൽ സംസാരിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ നമുക്ക് കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപ്രകാരം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അത്ഭുത മന്ത്രജപമാണ് ഇപ്പോൾ ഇത് ഞാനായിട്ട് നിങ്ങളോട് പറയുകയല്ല. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി ചൊവ്വാഴ്ച ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ചു തന്ന ഒരു മന്ത്രജപമാണ് എന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഒരു ദിവസം ജപിച്ചതുകൊണ്ടോ 2 ദിവസം ജപിച്ചതുകൊണ്ടോ നമുക്ക് അതിൻ്റെ ഫലം നേടിയെടുക്കുവാൻ സാധിക്കില്ല. മറിച്ച് തുടർച്ചയായിട്ട് 90 ദിവസങ്ങൾ അല്ലെങ്കിൽ 45 ദിവസങ്ങൾ, കഴിവതും 90 ദിവസം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി അഥവാ അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം 45 ദിവസം നമ്മൾ ജപിക്കേണ്ടതാണ്. സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ പീരിയഡ് സമയത്ത് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ തൊട്ട് കണക്കുകൾ തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ്. ഇനി ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ നോൺ വെജ് കഴിച്ചിരിക്കാമോ അല്ലെങ്കിൽ നമ്മൾ നോൺ വെജ് പൂർണ്ണമായും ഒഴിവാക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണ ഇത് അതിവിശേഷപ്പെട്ട ഒരു മന്ത്രജപം കൂടി ആയതിനാൽ കഴിവതും നോൺ വെജ് കഴിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100ൽ 100% ഫലം നിങ്ങളെ തേടി വരും. ഈ നോൺ വെജ് ഒരിക്കലും ഞാൻ കഴിക്കണ്ട എന്നോ അല്ലെങ്കിൽ കഴിച്ചോളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം അവരവരുടെ താല്പര്യം മാത്രമാണ്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് ഈ നോൺ വെജുകൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ കർമ്മ പാപഫലങ്ങൾ അനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ കൂടി വരുമെന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾ മാത്രം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് ഒരിക്കലും എന്നെക്കൊണ്ട് പറയുവാൻ സാധിക്കില്ല. നിങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ തീവ്രത എന്താണെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് വളരെ സൂക്ഷ്മമായ അതീവ രഹസ്യമായ ഒരു മന്ത്രജപമാണ്. ഇത് പല സിദ്ധന്മാരും അതുപോലെ തന്നെ മുനിമാരും മഹർഷിമാരും എല്ലാവരും ഉപയോഗിച്ചു നോക്കി ഫലം കണ്ട ഒരു മന്ത്രം എന്നാണ് പറയുന്നത്. മാത്രമല്ല സ്കന്ദപുരാണത്തിൽ അതിസൂക്ഷ്മമായ രഹസ്യമായ ഒരു മന്ത്രജപമായിട്ട് കൂടി ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അതീവ രഹസ്യ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഈ ഒരു മന്ത്രം പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മളും അതിനനുസരിച്ച് ശുദ്ധിയോടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഭഗവാനോട് ചോദിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇനി ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല എന്ന് തന്നെ പറയാം. പലരും നമ്മൾ മുരുക ഭഗവാനെക്കുറിച്ച് വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ വന്ന് പറയുന്നുണ്ട് മുരുകയുഗം തുടങ്ങിയെന്ന്. തീർച്ചയായിട്ടും മുരുക ഭഗവാന്റെ യുഗം തന്നെയാണ് ഇത്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഭഗവാൻ മുരുക ഭഗവാൻ തന്നെയാണ്. വെറുതെ ഒന്നും നമ്മൾ മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യാൻ സാധിക്കില്ല. മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുവാനും മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുവാനും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനും സാധിക്കുകയുള്ളൂ എന്ന് പലരും അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ കാര്യം ഇവിടെ എടുത്തു പറയുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ അത് മാറിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ജപിക്കേണ്ട ഒരു ദിവസം, അതായത് തുടങ്ങേണ്ട ദിവസം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് ഇത് തുടങ്ങുന്ന ദിവസം ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയം, അതായത് രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെയുള്ള സമയം, അല്ലെങ്കിൽ ഉച്ച സമയം 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം,
അല്ലെങ്കിൽ രാത്രിയിൽ 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയം. ഇനി അഥവാ ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് ചൊല്ലാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഷഷ്ടി, കൃത്തിക, വിശാഖം നക്ഷത്രം, പൂയം നക്ഷത്രം തുടങ്ങിയ ഏതൊരു ദിവസങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. കഴിവതും മുരുക ഭഗവാന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിനമായ ചൊവ്വാഴ്ച തുടങ്ങുകയാണെങ്കിൽ ഉചിതം എന്നു തന്നെ പറയാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഇത് നിങ്ങൾ രാവിലെ പറയുകയാണെങ്കിലും അല്ലെങ്കിൽ രാത്രിയിലാണ് ഈ മന്ത്രം ജപിക്കുന്നത് എങ്കിലും ആ ഒരു ദിവസം മാത്രം ചൊവ്വാഹോര സമയത്ത് തുടങ്ങുക. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇന്ന് രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് പറയുന്നതെങ്കിൽ നാളെ രാത്രിയും അതേ സമയം. അങ്ങനെ കഴിവതും ഈ 45 അല്ലെങ്കിൽ 90 ദിവസങ്ങളിൽ ഒരേ സമയം കണക്കിലെടുത്തുകൊണ്ട് ദീപം തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നോൺ വെജ് കഴിച്ചു പോയി ഇന്ന് ചൊല്ലാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്ന് പറയുകയാണെങ്കിൽ ആ ദിവസങ്ങൾ വിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ കണക്കിലെടുത്തതിന് ശേഷം നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു മയിൽപ്പീലി നമ്മുടെ കയ്യിലെടുക്കാം. ഒരു ചെറിയ മയിൽപ്പീലി മതി. നമ്മൾ പുസ്തകത്തിന് നടുവിലെല്ലാം വെക്കില്ലേ, അതുപോലെയുള്ള ഒരു ചെറിയ മയിൽപ്പീലി എടുത്ത് നമ്മുടെ വലതു കൈയിൽ വെക്കുക. സുബ്രഹ്മണ്യ സ്വാമിയുടെ പടത്തിന് മുന്നിലോ വിഗ്രഹത്തിന് മുൻപിലോ ഒരു നെയ്ദീപം തെളിയിക്കുക. ചുവന്ന അരളിപ്പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്യുവാൻ സാധിക്കുക. ഇനി അലങ്കാരമൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും ഒരു ചെറിയ ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങളോ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങളോ ഭഗവാന്റെ മുൻപിൽ വെക്കുക. പിന്നീട് നമുക്ക് നൈവേദ്യമായിട്ട് ഒരു ഗ്ലാസ് ശുദ്ധമായ ജലം മാത്രം വെച്ചാൽ മതിയാകുന്നതാണ്. പിന്നെ നമ്മൾ തറയിൽ ഇരിക്കാതെ ഒരു തുണിയോ ഒരു പലകയോ ഒരു പുൽപ്പായിയോ വിരിച്ച് അവിടെ ഇരുന്നു കൊണ്ട് കിഴക്കുദിശ, വടക്കുദിശ, പടിഞ്ഞാറുദിശ ഈ 3 ഭാഗങ്ങളിൽ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും നമ്മൾ തിരിഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. വിനായക ഭഗവാന്റെ മന്ത്രങ്ങൾ അറിയുമെങ്കിൽ അത് ചൊല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഏത് കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയാണോ ആ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് മുരുക ഭഗവാന്റെ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. കടങ്ങൾ തീർന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടം തീരണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് ഈ കടം തീർത്തെടുക്കുവാൻ വേണ്ടി എത്ര രൂപയാണോ ആവശ്യപ്പെടുന്നത് ആ തുക ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എനിക്കൊരു 5 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ എനിക്കൊരു 10 ലക്ഷം രൂപ വേണം എന്നിങ്ങനെ നമുക്ക് നമ്മുടെ സ്ഥിതിഗതികൾ അനുസരിച്ച് നമ്മുടെ തുകകൾ വലുതും ചെറുതുമായിട്ട് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. അതായത് നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ കപ്പാസിറ്റി എന്താണ് എന്ന് നമുക്ക് തന്നെ നല്ല രീതിയിൽ അറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങളെ മാറ്റിയെടുക്കുവാനുള്ള തുകകൾ എത്രയാണോ അത് നമ്മൾ ഭഗവാനോട് ചോദിക്കാം. ഇനി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനാണെങ്കിൽ അത് മുൻനിർത്തിക്കൊണ്ട് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഒരു വീട് വേണം, ഒരു വാഹനം വേണം, തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടണം, തൊഴിലിൽ ഉയർച്ച നേടണം എന്നിങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ഭഗവാന്റെ മുൻപിൽ നിർത്തുക. ഈ 90 ദിവസവും ഈ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കണം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അല്ലാതെ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രാർത്ഥനകൾ ഭഗവാന്റെ മുൻപിലേക്ക് പറയരുത്. ഇങ്ങനെ നമ്മൾ ഇരുന്നതിന് ശേഷം വലതു കൈയിലുള്ള ആ മയിൽപ്പീലിയോട് ചേർത്തി നമ്മൾ മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. 108 പ്രാവശ്യം എണ്ണം കണക്കിലെടുക്കുവാനായിട്ട് നമുക്ക് പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ പുഷ്പമായി എടുത്ത് ഭഗവാന്റെ മുൻപിലേക്ക് വെച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ 1 രൂപ നാണയങ്ങൾ 108 എണ്ണം മാറ്റി വെച്ച് നമുക്ക് അത് ഓരോന്നായിട്ട് എടുത്ത് ഭഗവാന്റെ തിരുപാദത്തിലേക്ക് വെച്ച് ഓരോ പ്രാവശ്യം മന്ത്രം പറയുമ്പോഴും ഓരോ നാണയം എടുത്ത് തിരുപാദത്തിലേക്ക് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനി അഥവാ മണിമാലകൾ അത് ഏതുമാകട്ടെ, തുളസിമാലയാണെങ്കിലും രുദ്രാക്ഷമാണെങ്കിലും സ്ഫടികമാലയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ജപമാലകൾ ഏതാണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഞാൻ പറയുവാൻ പോകുന്ന ഈ മന്ത്രം മനസ്സിരുത്തി ഒന്ന് കേട്ടു നോക്കുക. പിന്നീട് ഞാൻ ഇവിടെ പറയുന്നതിനോടൊപ്പം എന്നോടൊപ്പം തന്നെ നിങ്ങളൊരു 3 പ്രാവശ്യം ചൊല്ലി നോക്കുക. ഓം ശിഖി വാഹനായ നമ, ഓം ശിഖി വാഹനായ നമ, ഓം ശിഖി വാഹനായ നമ, ഓം ശിഖി വാഹനായ നമ, ഓം ശിഖി വാഹനായ നമ. അതായത് ശിഖി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മയിലിനെയാണ്, മയിൽ വാഹനനെയാണ് ഓം ശിഖി വാഹനായ നമ എന്ന് പറയുന്നത്. ഈ ഒരു അത്ഭുത സൂക്ഷ്മ രഹസ്യ മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത്. ഓം ശിഖി വാഹനായ നമ, ഓം ശിഖി വാഹനായ നമ. അതായത് മയിലിനെ വാഹനമായി കൊണ്ടു നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ, മുരുക ഭഗവാനെ, എൻ്റെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കി തരണമേ, ഞാൻ ചോദിച്ച കാര്യങ്ങൾ എനിക്ക് നിറവേറ്റി തരണമേ, എൻ്റെ
പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റിത്തരണമേ എന്നിങ്ങനെ 1000 നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഭഗവാനോട് നമ്മൾ സമർപ്പിക്കുകയാണ്. ആദ്യം നിങ്ങൾ ഒരൊറ്റ പ്രാർത്ഥന മാത്രം മുൻനിർത്തിക്കൊണ്ട് ഓം ശിഖിവാഹനായ നമ, ഓം ശിഖിവാഹനായ നമ, ഓം ശിഖിവാഹനായ നമ എന്നുള്ള ഈ മന്ത്രം ജപിക്കുക. ഞാനിവിടെ മയിൽ കയ്യിൽ വയ്ക്കുവാനായിട്ട് പറയുന്നത് കൂടുതൽ ഫലം തരുവാനായിട്ടാണ്. കാരണം നമ്മൾ ഓം മയിൽ വാഹനായ നമ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഓം ശിഖിവാഹനായ നമ എന്നുള്ളതും മയിൽ വാഹനായ നമ എന്നുള്ളതും ഒരേ അർത്ഥം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു മയിൽപീലി കയ്യിൽ വെച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക എന്ന് എടുത്തു പറയുന്നത്. നമ്മൾ 108 തവണ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ആ മയിൽപീലി മുരുക ഭഗവാന്റെ തലയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ പാദത്തിന് താഴെയോ നമുക്ക് വെച്ച് നമ്മുടെ വേറെ ജോലികളെല്ലാം ചെയ്യാവുന്നതാണ്. പിറ്റേ ദിവസം വീണ്ടും അതേ മയിൽപീലി എടുത്ത് നമ്മുടെ കൈകളിൽ വെച്ച് ഈ മന്ത്രം 108 പ്രാവശ്യം ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ പൂജകളെല്ലാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ പൂജകൾ നെയ്ദീപം എല്ലാം തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇനി അതൊന്നും ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ വെറും എണ്ണ ഒഴിച്ച് ഒരു ദീപം തെളിയിച്ച് ഭഗവാന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കുക. കഴിവതും ഒരേ സമയത്തിരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നങ്ങളെയും നമുക്ക് ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഒരൊറ്റ മന്ത്രജപത്തിലൂടെ. ഒരു പക്ഷേ മുരുക ഭഗവാൻ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ ഇത് തന്നെയാണ് എന്ന് നമുക്ക് പരിപൂർണമായും വിശ്വസിക്കാവുന്നതാണ്. അത്രയും ഫലം തരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇന്ന് ചൊവ്വാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കുക. തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, അതുപോലെ തന്നെ പുരാണ കഥകൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.